74ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. പൃഥ്വിരാജ് മികച്ച നടൻ, ഊർവശിയും ബീന ആർ ചന്ദ്രനും മികച്ച നടിമാർ, ബ്ലസി മികച്ച സംവിധായകൻ. കൈനിറയെ പുരസ്കാരമായി ആടുജീവിതം. ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രം ആട്ടം, സൗദി വെള്ളയ്ക്കയ്ക്ക് മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം. മികച്ച നടി നിത്യ മേനോൻ, മികച്ച നടൻ ഋഷഭ് ഷെട്ടി. കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സമരം നടത്തി. KGMTA നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ 100 കണക്കിന് ഡോക്ടർമാർ പങ്കെടുത്തു. കയ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടർ ഉന്നതതല യോഗം വിളിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പൈപ്പ് ലൈനുകളിലെ തടസ്സം കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാൻ തീരുമാനം. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം കുട്ടൻകുളം നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന ബജറ്റിൽ നിന്നും അനുവദിച്ച 4 കോടി രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. വാർത്തകൾ വിശദമായി. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. 2023 സെൻസർ ചെയ്ത ചിത്രങ്ങൾക്കുള്ള അവാർഡാണ് പ്രഖ്യാപിച്ചത്. 160 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി സമർപ്പിക്കപ്പെട്ടത്. 2 ഘട്ടമായി ഇവ പരിശോധിച്ച് അവസാന ഘട്ടത്തിൽ 38 ചിത്രങ്ങളാണ് ജൂറി വിലയിരുത്തി അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദി കോറാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഉള്ളൊഴുക്ക് എന്ന സിനിമയിൽ ഊർവശിയും തടവ് എന്ന സിനിമയിൽ ബീന ആർ ചന്ദ്രനും മികച്ച നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്ലസിയാണ് മികച്ച സംവിധായകൻ. മികച്ച സിനിമ, മികച്ച നടൻ ഉൾപ്പെടെ 8 പുരസ്കാരങ്ങളുമായി ഏറ്റവും അധികം പുരസ്കാരങ്ങൾ നേടിയത് ആടുജീവിതമാണ്. പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്രയായിരുന്നു ജൂറി ചെയർമാൻ. സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി ആടുജീവിതം. മികച്ച നടൻ, സംവിധായകൻ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക പുരസ്കാരങ്ങളുമായാണ് ചിത്രം ശ്രദ്ധ നേടിയത്. अंदर से कोई बाहर ना जा सके, अंदर से कोई बाहर ना जा सके. ബെന്യാമിന്റെ ജനപ്രിയ നോവലായ ആടുജീവിതത്തിന്റെ സിനിമാവിഷ്കാരമായിരുന്നു ആടുജീവിതം. വറ്റിവരണ്ട മരുഭൂമിയിൽ നിസ്സഹായനായി ജീവിച്ച നജീബ്, അയാളെ അതിഗംഭീരവും അതിസൂക്ഷ്മവുമായി അവതരിപ്പിച്ച പൃഥ്വിരാജ് സുകുമാരൻ എന്ന അഭിനേതാവ്. യഥാർത്ഥ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായിരിക്കെ നജീബാകാൻ പൃഥ്വിരാജ് സുകുമാരൻ കൈക്കൊണ്ടത് അത്രയും അഭ്രപാളികളിലെത്തിച്ച ബ്ലസിയാണ് മികച്ച അവലംബിത തിരക്കഥാകൃത്തും സംവിധായകനും. ഛായാഗ്രാഹകൻ സുനിൽ KS, ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി, ശരത് മോഹൻ, നടനുള്ള ജൂറി പരാമർശം KR ഗോകുൽ, മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടി. ജനപ്രിയ ചിത്രം ആടുജീവിതം എന്നിങ്ങനെ 9 പുരസ്കാരങ്ങളാണ് ആടുജീവിതം സ്വന്തമാക്കിയത്. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് തിളക്കത്തിൽ വിദ്യാധരൻ മാസ്റ്റർ. മികച്ച പിന്നണി ഗായകനുള്ള അവാർഡാണ് സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ വിദ്യാധരൻ മാസ്റ്ററെ തേടിയെത്തിയത്. 1965 തൃശൂർ ആറാട്ടുപുഴ സ്വദേശിയായ വിദ്യാധരൻ മാസ്റ്റർ ചലച്ചിത്ര ഗാനരംഗത്തേക്ക് കടന്നുവരുന്നത്. വിദ്യാധരൻ മാസ്റ്ററുടെ ആ ജൈത്രയാത്ര സംഗീത സംവിധായകനായും പാട്ടുകാരനായും ഇന്നും തുടരുകയാണ്. ആദ്യമായിട്ടാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വിദ്യാധരൻ മാസ്റ്റർക്ക് ലഭിക്കുന്നത്. ജനനം 1947, പ്രണയം തുടരുന്നു എന്ന സിനിമയിലെ ഗാനമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. കതിരാടൻ തളിരു കിളിർത്തേ മുറിവാരൻ കിളിയുടെ വിളിയിൽ അറിയാതെ മനസ്സ് തുടിച്ചേ. 79-ാം വയസ്സിൽ ഒരു പാട്ടുകാരനായി തനിക്ക് അംഗീകാരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഈ അവാർഡ് ശ്രോതാക്കൾക്കും നല്ലവരായ എല്ലാവർക്കുമായി സമർപ്പിക്കുന്നുവെന്നും വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞു. അതായത് സന്തോഷമുള്ളൂ. വയസ്സുകാലത്ത് ഒരു പാട്ടുകാരനായിട്ട് അംഗീകരിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പാട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കി. വർഷങ്ങൾക്ക് മുമ്പ് ഹിറ്റുകൾ എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ അനവധിയുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല. പാട്ടുകാരനായിട്ടാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്. മറ്റേ എൻ്റെ പാട്ട് പാടിയ ആൾക്കാർക്ക്, എഴുതിയ ആൾക്കാർക്കൊക്കെ അവാർഡുണ്ട്, എനിക്കില്ല. ഇതിൽ നല്ല സന്തോഷമുള്ളൂ. ദേശീയ അവാർഡിന് പല പ്രാവശ്യം പരിഗണിച്ചിട്ടുണ്ടെങ്കിലും നിസ്സാര കാര്യത്തിന് അവസാന റൗണ്ടിൽ തള്ളിപ്പോയിട്ടുണ്ടെങ്കിലും അതിലൊന്നും ദുഃഖമില്ലെന്നും വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞു. ശ്രോതാക്കളായിട്ടുള്ള നല്ല നല്ല ആൾക്കാർ, സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം ഈ അവാർഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് കിട്ടിയ അവാർഡ്, സംസ്ഥാന ഗവൺമെൻറ് അവാർഡ് കിട്ടുന്നത് ആദ്യമാണ്.
നാഷണൽ അവാർഡിനൊക്കെ പരിഗണിച്ചിട്ട് നിസ്സാരമായ കാര്യം പറഞ്ഞ് തള്ളിപ്പോയിട്ടുള്ള പല അവാർഡും അങ്ങനെ തള്ളി അവസാന റൗണ്ട് വന്നിട്ട് പോയിട്ടുള്ള അതിലൊരു ദുഃഖമില്ല. നമുക്ക് കിട്ടാനുള്ള സമയമായിട്ടില്ല. അതൊന്നുമില്ല. നമുക്കൊരു പരാതിയും ഇല്ല. ഇത് കിട്ടിയില്ലല്ലോ, കിട്ടണ്ടേ, അങ്ങനെ വിചാരമേ ഇല്ല. അത് കുഴപ്പമില്ല. 1965 റിലീസായ ഓടയിൽ നിന്ന് എന്ന സിനിമയിലൂടെ ദേവരാജൻ മാസ്റ്ററാണ് വിദ്യാധരനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. 1984 ശ്രീമൂലനഗരം വിജയന്റെ എന്റെ ഗ്രാമം എന്ന ചലച്ചിത്രത്തിലൂടെ സംഗീത സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു. നാടകത്തിന് പുറമെ ഇതിനോടകം 6500ഓളം പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ആൽബം, യൂട്യൂബ് എന്നിവയ്ക്ക് വേണ്ടി വേറെയും 100ൽ പരം പാട്ടുകളും പാടിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ആട്ടത്തിന് ലഭിച്ചു. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരത്തിന് പുറമെ തിരക്കഥയ്ക്കും ചിത്ര സംയോജനത്തിനുമുള്ള പുരസ്കാരവും ആട്ടത്തിന് ലഭിച്ചു. സൗദി വെള്ളക്കയാണ് മികച്ച മലയാള ചിത്രം. കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിയെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തിരുച്ചിത്രമ്പലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നിത്യ മേനോനെ മികച്ച നടിയായി തിരഞ്ഞെടുത്തു. മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരത്തിന് മാളികപ്പുറത്തിലെ അഭിനയത്തിന് ശ്രീപദ് അർഹനായി. കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതിഷേധ ധർണ നടത്തി. KGMCTA-യുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ OP ബ്ലോക്കിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിലും ധർണയിലും മെഡിക്കൽ കോളേജ് അധ്യാപകരും കോളേജ് യൂണിയനും PG അസോസിയേഷനും ഹൌസ് ഏജൻസി അസോസിയേഷനും പങ്കെടുത്തു. ആരോഗ്യ സർവകലാശാല ഡീൻ ഡോക്ടർ കവിത രവി ഉദ്ഘാടനം ചെയ്തു. KGMCTA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ നിർമ്മൽ ഭാസ്കർ അധ്യക്ഷത വഹിച്ചു. KGMCTA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബിനോയ് സിദ്ധാർത്ഥൻ, കോളേജ് യൂണിയൻ ചെയർമാൻ മേഘ, KGMCTA തൃശൂർ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ EB ബിനോയ്, PG അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ സഞ്ജയ്, ഹൌസ് സർജൻ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഗീതു തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടർ ഉന്നതതല യോഗം വിളിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പൈപ്പ് ലൈനുകളിലെ തടസ്സം കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാൻ തീരുമാനം. E.T. ടൈസൺ MLA-യുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉന്നതതല യോഗം വിളിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദിത്തം ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രൂക്ഷമായ വിമർശനങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. MLA ഫണ്ട് ഉപയോഗപ്പെടുത്തി നടപ്പാക്കുന്ന എടത്തിരുത്തി രാമൻകുളം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വാട്ടർ ടാങ്ക് സ്ഥാപിക്കാത്തതിലും നിലവിലെ അറ്റകുറ്റപ്പണികൾ വൈകിപ്പിച്ച് കുടിവെള്ളം പാഴാക്കുന്നതിലും MLA ആശങ്ക പ്രകടിപ്പിച്ചു. ആവശ്യമെങ്കിൽ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നപരിഹാരത്തിനായി തിരുവനന്തപുരത്ത് വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ഉന്നതതല യോഗം വിളിപ്പിക്കുമെന്നും MLA പറഞ്ഞു. കുടിവെള്ള ക്ഷാമം, വെള്ളക്കെട്ട് പ്രശ്നം, ഈ രണ്ട് പ്രശ്നം സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എടത്തിരുത്തി പ്രദേശത്തുള്ള രാമൻകുളം കുടിവെള്ള പദ്ധതി, അതിൻ്റെ മുകളിലുള്ള ടാങ്ക് നിർമ്മാണത്തിനുള്ള ഏറ്റവും വേഗത്തിൽ ചെയ്യാനുള്ള തീരുമാനം. മറ്റൊന്ന്, നമ്മുടെ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ആല പ്രദേശത്ത്, അതുപോലെ ഗോതിരത്ത്, കല്ലുംപുറം ഒക്കെയുള്ള പ്രദേശത്തുള്ള കുടിവെള്ളക്ഷാമം ഒക്കെ പരിഹരിക്കാനുള്ള സ്പെഷ്യൽ ടീമിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് രാത്രികാലങ്ങളിലും ഇത്തരം വർക്ക് ചെയ്യാനുള്ള രീതിയിൽ ജോലിക്കാരെ അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലെയും അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്തുകൾക്ക് സ്വന്തമായി കരാർ കൊടുക്കുവാനുള്ള അനുമതിക്കായി ജില്ലാ ആസൂത്രണ സമിതിയുടെ ശുപാർശയോടെ സർക്കാരിനോട് അനുമതി തേടും. പൊട്ടിയ പൈപ്പുകളുടെ ചോർച്ച അടയ്ക്കൽ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കുവാനും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന വാർഡ് 9, 10, 11 പ്രദേശങ്ങളിലെ പൈപ്പ് ലൈനുകളിലെ തടസ്സം കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനമായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ADM T മുരളി, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. TCV കയ്പമംഗലം. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം കുട്ടംകുളം നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന ബജറ്റിൽ നിന്നും അനുവദിച്ച 4 കോടി രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി PWD ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം സർവേ നടപടികൾ ആരംഭിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെയും കുട്ടൻകുളത്തിന്റെയും ചരിത്ര പ്രാധാന്യവും സാംസ്കാരിക പശ്ചാത്തലവും കണക്കിലെടുത്താണ് നിർമ്മാണം നടത്തുക. സർവേ നടപടി പൂർത്തിയാക്കി പ്ലാനും ഡിസൈനും എസ്റ്റിമേറ്റും തയ്യാറാക്കി ഉടൻ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് തീരുമാനം. 2022 ബജറ്റിൽ കുട്ടൻകുളത്തിന്റെ തകർന്നുപോയ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ച് കുളം നവീകരിക്കുന്നതിന് 5 കോടിയാണ് സർക്കാർ വകയിരുത്തിയിരുന്നത്. എന്നാൽ അതിനുശേഷം ദേവസ്വം നൽകിയ 4 കോടിയുടെ പദ്ധതിക്ക് കഴിഞ്ഞ വർഷം സർക്കാർ ഭരണാനുമതി നൽകുകയായിരുന്നു.
നൽകുകയായിരുന്നു. കൂടൽമാണിക്യം ദേവസ്വത്തിന് എഞ്ചിനീയറിംഗ് വിഭാഗം ഇല്ലാത്തതിനാൽ മന്ത്രി അടക്കമുള്ളവർ യോഗം ചേർന്ന് പ്രവൃത്തിയുടെ ചുമതല PWDക്ക് കൈമാറുകയായിരുന്നു. എന്നാൽ അതിനുശേഷം തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള വളരെ പ്രസിദ്ധവും പ്രത്യേകതയുള്ളതുമാണ് കുട്ടൻകുളം. പ്രസിദ്ധമായ കുട്ടൻകുളം സമരം നടന്നത് ഈ കുളത്തിന് സമീപമാണ്. കുളം നിർമ്മിച്ച ആളുടെ പേരിൽ അറിയപ്പെടുന്ന അപൂർവം കുളങ്ങളിൽ ഒന്നാണ് ഇത്. 1 ഏക്കറിലധികം വിസ്തൃതിയിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ദീർഘചതുരാകൃതിയിൽ നിർമ്മിച്ച ഈ കുളത്തിൽ നിഴൽ വീഴില്ലെന്ന പ്രത്യേകതയുമുണ്ട്. മഴക്കാലത്ത് ക്രമാതീതമായി വെള്ളമുയർന്നാൽ ഒഴുകിപ്പോകാൻ ഇന്നത്തെ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഡ്രെയിനേജ് സംവിധാനവും ഉണ്ട്. വേനലിൽ പോലും വറ്റാത്ത മികച്ച ഒരു ജലസംഭരണി എന്ന നിലയിൽ കുട്ടൻകുളം നവീകരിച്ച് സംരക്ഷിക്കണമെന്ന് കാലങ്ങളായി ആവശ്യമുയർന്നിരുന്നു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള ജനകീയ തിരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കും. ഇനി മുതൽ ആവശ്യാനുസരണമുള്ള തിരച്ചിലായിരിക്കും നടക്കുക. ഇതിനായി വിവിധ സേനാംഗങ്ങൾ തുടരും. ചാലിയാറിലും ദുരന്തമുണ്ടായ പ്രദേശത്തും ഇന്നലെ നടത്തിയ തിരച്ചിലിലും മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനായിരുന്നില്ല. അതേസമയം ഭൌമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയും ഇന്ന് ഭാഗികമായി നിർത്തും. ലഭിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച ശേഷമായിരിക്കും തുടർ പരിശോധനകൾ. ബാങ്കുകളുമായി ബന്ധപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിന് ഇന്ന് മേപ്പാടിയിൽ പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. തൃശൂർ പൂരം വെടിക്കെട്ട് കാണാനുള്ള ദൂരപരിധി നിശ്ചയിക്കുന്നത് പെസോയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൂരം വെടിക്കെട്ടിന് 100 മീറ്റർ ദൂരപരിധി നിശ്ചയിച്ചത് പെസോ ആണ്. ആളുകൾ നിൽക്കേണ്ട അളവ് തീരുമാനിക്കുന്നത് പെസോയാണ്. അതിൽ കുറവ് വേണമെന്നത് കേരളത്തിന്റെയും തൃശൂരിന്റെയും ആവശ്യമാണ്. അത് കുറയ്ക്കാൻ ശ്രമം നടക്കുന്നുവെന്നതിൽ തനിക്ക് സന്തോഷമേയുള്ളൂ. കുറച്ചു കിട്ടിയാൽ അതിലേറെ സന്തോഷമെന്നും മന്ത്രി പറഞ്ഞു. പെസോ 100 മീറ്റർ എന്ന ധാരണ ഉണ്ടാക്കിയതുകൊണ്ട് 100 മീറ്ററിൻ്റെ മുമ്പിൽ വെച്ച് ആളുകളെ തടുക്കേണ്ടി വന്നു. പെസോ 50 വേണ്ടു എന്ന് പറഞ്ഞാൽ 50 വെച്ച് തടുക്കും. പെസോ ആണ് ഇതിൻ്റെ പൂരത്തിൻ്റെ ആൾ നിൽക്കാനുള്ള അളവ് തീരുമാനിക്കുന്നത്. നമുക്ക് ചെയ്യാവുന്ന മാക്സിമം എന്താ, അത് കൃത്യമായിട്ട് അളക്കാം. അത് കൃത്യമായി കഴിഞ്ഞ പ്രാവശ്യം വളർന്നപ്പോൾ മണികണ്ഠനാൽ മുതൽ നടുവിലാൽ വരെയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകളെ കയറ്റി നിർത്താം. ഇനി അതിലും കുറയ്ക്കാൻ ശ്രമം നടക്കുന്നു. അങ്ങനെ കുറച്ച് കിട്ടിയാൽ അത്രയും സന്തോഷം. കേരളവും തൃശ്ശൂരും നമ്മളെല്ലാവരും കുറേ കാലമായിട്ട് ആവശ്യപ്പെടുകയാണ്. ഏറ്റവും അടുത്ത് നിന്ന് കാണണം. പെസോ ആണ് തീരുമാനമെടുത്തത്. പെസോ തന്നെ കുറയ്ക്കട്ടെ. സന്തോഷം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ 2 ദിവസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്രം പറഞ്ഞ പ്രകാരമുള്ള മെമ്മോറാണ്ടം തയ്യാറാക്കി കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. ഭൌമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ ദുരന്ത മേഖലയിൽ നടത്തിയ പരിശോധനയിൽ 3 ഗ്രാമങ്ങളിലുള്ളവർക്ക് താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുൾപ്പെടെ എല്ലാ മേഖലയിലുള്ളവരുടെയും പുനരധിവാസവും അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഞാനതിനിപ്പോൾ ഒരു പ്രതികരണത്തിന് തയ്യാറല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയേണ്ട ചില കാര്യങ്ങളാണ്. അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരും അറിയുന്നവരുമാണ്. കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പരാതി കേന്ദ്രത്തിന്റെ പൊതു സമീപനമാണോ ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് പ്രകടമായിട്ടുള്ള സംസ്ഥാനത്ത്? അല്ല, ഞങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായത്തിന് തയ്യാറല്ല. കാരണം കേരളം ഒരു ദുരന്തമുഖത്തിലാണ്. സമാനതകളില്ലാത്ത ദുരന്തമാണ്. ഇന്ത്യയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദുരന്തമാണ്. അവസാനത്തെ കുട്ടിയെ പോലും കൈപിടിച്ച് രക്ഷിക്കാൻ എവിടെ നിന്ന് സഹായം കിട്ടിയാലും അത് ലഭ്യമാണ്. തുറന്ന മനസ്സോടെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. കേന്ദ്ര സംഘം വന്നപ്പോൾ അവർ കൃത്യമായി പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആകാശത്തിരുന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി നേരിട്ടും കണ്ടിട്ടുണ്ട്, ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം 979 ഗുജറാത്തിൽ നടന്ന ദുരന്തത്തിൻ്റെ ഭീകരതയുമായി ഇതിന് സാമ്യമുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കും. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ നൽകേണ്ട നടപടിക്രമങ്ങളെല്ലാം വളരെ കൃത്യമായി മൈന്യൂട്ടായി ദിവസവ്യത്യാസമില്ലാതെ തയ്യാറാക്കി വരുന്നുണ്ട്. 30-ാം തീയതി ഈ സംഭവം ഉണ്ടായി. ആക്ച്വൽ കണക്ക് പോലും 20 ദിവസത്തിൽ കഴിയുന്നതിന് മുമ്പ് നമുക്ക് പൂർത്തിയാക്കി. കേരളം ലോകത്തുള്ള മുഴുവൻ മനുഷ്യൻ്റെയും കരുണയ്ക്ക് കാത്തിരിക്കുകയാണ്. ആ കരുണ ഞങ്ങൾക്കാർക്കും വേണ്ടിയല്ല, മന്ത്രിസഭാംഗങ്ങൾക്കും വേണ്ടിയല്ല. മന്ത്രിസഭയും ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ലാതെ 3.5 കോടി മലയാളം ഒരു മനസ്സായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസ പ്രക്രിയയ്ക്കും നേതൃത്വം നൽകുകയാണ്. ആ ഘട്ടത്തിൽ സഹായിക്കാവുന്ന എല്ലാ സുമനസ്സുകളുടെയും സഹായമാണ് ഈ ഘട്ടത്തിൽ ആവശ്യം. ഓണത്തിന് പുലിക്കളി നടത്തുന്ന കാര്യത്തിൽ സർക്കാരിനോട് അഭിപ്രായം തേടി കോർപ്പറേഷൻ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി വേണ്ടെന്ന് തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഒരുക്കങ്ങളെല്ലാം പാതിവഴിയിലാണെന്നും പുലിക്കളി നടത്തണമെന്നും സംഘങ്ങൾ ആവശ്യപ്പെട്ടതോടെയാണ് മേയർ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചത്.
ഓണം വാരാഘോഷം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു 4ാം ഓണനാളിലെ പുലിക്കളി വേണ്ടെന്ന തൃശൂർ കോർപ്പറേഷന്റെ തീരുമാനം. എന്നാൽ പുലിക്കളി സംഘങ്ങളെല്ലാം ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോയ പശ്ചാത്തലത്തിൽ 9 ദേശങ്ങളിലെ പുലിക്കളി സംഘങ്ങൾ മേയറെ സമീപിച്ചിരുന്നു. ഇതിനകം 4 ലക്ഷം രൂപ ഓരോ സംഘങ്ങൾക്കും ചിലവായതായി മേയർക്ക് നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയതോടെയാണ് മേയർ സർക്കാരിന്റെ അഭിപ്രായം തേടിയത്. കുറാഞ്ചേരി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ച ഉറ്റവരുടെയും പ്രിയപ്പെട്ടവരുടെയും ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പൂക്കൾ അർപ്പിച്ച നാട്. കുറാഞ്ചേരി സെന്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. AC മൊയ്തീൻ MLA, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, തഹസിൽദാർ MC അനുപമൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവർ മരിച്ചവരുടെ ഛായാചിത്രങ്ങൾക്ക് മുന്നിൽ കണ്ണീർ പൂക്കൾ അർപ്പിച്ചു. ദേശമംഗലം കൂട്ടുപാതയിൽ CITU പ്രവർത്തകനായ ശ്രീകുമാറിന് വെട്ടേറ്റു. കൂട്ടുപാത സ്വദേശി വിഭീഷിനാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. തൊട്ടിലുംപുറത്ത് ഭാസ്കരന്റെ വീട്ടിൽ കമ്പിവേലി കെട്ടുന്നതിന് സാധന സാമഗ്രികൾ ഇറക്കുന്നതുമായി ഉണ്ടായ തർക്കമാണ് വെട്ടിൽ കലാശിച്ചത്. വെട്ടേറ്റ ശ്രീകുമാറിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട വിഭീഷിനെ പോലീസിന് പിടികൂടാനായിട്ടില്ല. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ C. അച്യുതമേനോന്റെ 33ാം ചരമവാർഷിക ദിനത്തിൽ കോസ്റ്റ് ഫോർഡും C. അച്യുതമേനോൻ പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായി സാഹിത്യ അക്കാദമിയിൽ C. അച്യുതമേനോൻ സ്മൃതി സംഘടിപ്പിച്ചു. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു, മുൻ ചീഫ് സെക്രട്ടറി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. പ്രമുഖ കോളമിസ്റ്റും ഗവേഷകയുമായ യാമിനി അയ്യർ ഇന്ത്യൻ ജനാധിപത്യത്തിലെ അശാന്തത എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണം നടത്തി. കോസ്റ്റ് ഫോർഡ് ഡയറക്ടർ ഡോക്ടർ MN സുധാകരൻ, C. അച്യുതമേനോൻ പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ ഡോക്ടർ V. രാമൻകുട്ടി, റിട്ടയർഡ് ജസ്റ്റിസ് സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ നീതിബോധത്തിൽ അടിയുറച്ച ദാർശനിക വീക്ഷണമുള്ള മുഖ്യമന്ത്രിയായിരുന്നു C. അച്യുതമേനോനെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുൻ മുഖ്യമന്ത്രി C. അച്യുതമേനോന്റെ 33ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് CPI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌൺഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായ കേരളത്തിലെ ശാസ്ത്രജ്ഞനായിരുന്ന C. അച്യുതമേനോൻ ഐക്യമുന്നണി രാഷ്ട്രീയത്തിന്റെ വഴികാട്ടിയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. C. അച്യുതമേനോൻ എൻഡോമെന്റ് വിതരണം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ നിർവഹിച്ചു. P. ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആമ്പല്ലൂർ കളരിക്കൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. ക്ഷേത്രത്തിൽ സഹായത്തിനായി എത്തിയ സ്ത്രീയാണ് മോഷണ വിവരം ആദ്യമറിഞ്ഞത്. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു. ശ്രീകോവിലിന് മുൻപിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മറിച്ചിട്ട നിലയിലും സമീപത്ത് വച്ചിരുന്ന വിളക്ക് തകർത്ത നിലയിലും കണ്ടെത്തി. ഏകദേശം 10,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞയാഴ്ച വെണ്ടൂർ നമ്പൂരിയച്ചൻ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ 2 ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം നടന്നിരുന്നു. പോർക്കുളത്ത് നിയന്ത്രണം വിട്ട ഇലക്ട്രിക് സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. പോർക്കുളം കൊങ്ങണൂർ സ്വദേശി അഖിലിനാണ് പരിക്കേറ്റത്. പോർക്കുളം ഭാഗത്തു നിന്ന് പഴഞ്ഞി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട പോർക്കുളം പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ വളവിലെ കാനയിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ത്രീ സാന്നിധ്യം കഥകളി രംഗത്തേക്കും കാലെടുത്തു വെച്ച സന്തോഷത്തിൽ 3 അംഗ സംഘം അരങ്ങേറ്റം നടത്തി. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന അരങ്ങേറ്റ സന്ധ്യ ഏറെ ശ്രദ്ധ നേടി. പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന കഥകളിയിലാണ് പുതിയ അടവുകൾ പയറ്റി 3 അംഗ സംഘം വേദിയിലെത്തിയത്. കഥകളി വടക്കൻ വിഭാഗത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീലക്ഷ്മി ശേഖർ, K. വൈഷ്ണ, M. ശ്രീലക്ഷ്മി എന്നിവരാണ് പുതുചരിത്രത്തിന്റെ ഭാഗമായത്. ഇവരോടൊപ്പം തന്നെ പഠിക്കുന്ന KR അഭിജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ചത്.
പാട്ടിനൊപ്പം ചെണ്ടമേളത്തിന്റെ താളത്തിലൂടെ അവതരിപ്പിച്ച ഓരോ മുദ്രകളും ആസ്വദിച്ച കാണികൾ ഒന്നടങ്കം കൈയടിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഓരോ ചുവടുവെപ്പിലും സ്ത്രീകളായി ഞങ്ങൾക്കും ഈ രംഗത്തേക്ക് വരാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൂടിയാണ് ഇവർ പങ്കുവച്ചത്. ചെണ്ടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ കൃഷ്ണജിത്ത് പ്രവീൺ, ആദിത്യൻ അനിൽ, നന്ദകിഷോർ, KS സഞ്ജയ് കൃഷ്ണ, മദ്ദളത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ നിവേദ് കൃഷ്ണ, CU ആയുഷ്, ബിധുൻ ഗോപൻ എന്നിവരുടെ അരങ്ങേറ്റത്തോടുകൂടിയാണ് കഥകളി അവതരിപ്പിച്ചത്. ചടങ്ങ് ഭദ്രദീപം കൊളുത്തി കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ P, കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം 100 കണക്കിന് ആളുകളാണ് ചടങ്ങ് കാണാനെത്തിയത്. TCV ന്യൂസ്, ചെറുതുരുത്തി. പ്രശസ്ത ഇലത്താള വിദ്വാൻ പാഞ്ഞാൾ വേലുക്കുട്ടിക്ക് വീരശൃംഖല സമ്മാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ബ്രോഷറിന്റെ പ്രകാശനം കാലടി ശ്രീകൃഷ്ണ ക്ഷേത്രം അങ്കണത്തിൽ പത്മശ്രീ പെരുവനം കുട്ടൻമാരാരും കലാനിരൂപകൻ V കലാധരനും ചേർന്ന് നിർവഹിച്ചു. ഘനപദം കൺവീനർ കാലടി കൃഷ്ണയ്യർ, വൈസ് ചെയർമാൻ AK സതീഷ് കുമാർ, ജോയിന്റ് കൺവീനർ പാറമേക്കാവ് ജയശങ്കർ, കമ്മിറ്റി അംഗങ്ങളായ ചേലക്കര സൂര്യൻ, തോന്നൂർക്കര ശിവൻ തുടങ്ങിയവരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. വെങ്കിടങ്ങിൽ വയോധികയുടെ വീടിന് നേരെ രാത്രി ആക്രമണം നടന്നതായി പരാതി. തൊയ്ക്കാവ് പൊന്നറമ്പിൾ വിജയയുടെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. വിജയയും മരുമകളും പേരക്കുട്ടിയും മാത്രമാണ് ഇവിടെ താമസം. വീടിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ, സൈക്കിൾ, കസേരകൾ തുടങ്ങിയവ അക്രമികൾ നശിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി വിജയ പറഞ്ഞു. പാരക്കുട്ടും കൂടി താമസിക്കുന്ന വീട്ടിൽ 2 ദിവസം ഉപ്പാട് വന്നിട്ട് ജപ്പാൻ രാജേഷ് അവൻ്റെ കൂട്ടുകാരും കൂടിയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് കസേര, ഒരു ഡ്രം, ഒരു ബാത്റൂമിൽ വെള്ളം ചോദിക്കാൻ ഞാൻ പുറത്ത് വയ്ക്കുന്നത്, ആ ഡ്രമ്മും കസേരയും കൂടി പുഴയിലേക്ക് വലിച്ചിട്ടു. പിന്നെ അപ്പുറം പോയി വണ്ടി, എൻ്റെ മരുമോളെ വണ്ടി തട്ടി മറിച്ചിട്ടു. എൻ്റെ പേരക്കുട്ടിയുടെ സൈക്കിൾ എടുത്ത് ഒരു കാട്ടിലേക്ക് ഇട്ടു. ഓസ് എടുത്ത് വടക്കേ ഭാഗത്തേക്ക് പറമ്പിലേക്ക് എടുത്തിട്ടു. അങ്ങനെ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ വരുത്തി വെച്ചു. ടൈല് പൊട്ടിച്ചു. അപ്പോൾ ഞങ്ങളിത് കേട്ടപ്പോൾ പേടി കൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഞങ്ങൾ വന്നില്ല. പേടിച്ചിട്ടാണ് ഞങ്ങൾ വരാഞ്ഞത്. ഇപ്പം മരുമോള് പൂവത്തൂർ കാഞ്ഞാണി റോഡിൽ മുല്ലശ്ശേരി പെട്രോൾ പമ്പിനോട് ചേർന്ന് കൾവേർട്ട് നവീകരണം തുടങ്ങി. നിലവിലുണ്ടായിരുന്ന കൾവേർട്ട് മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ് ഉപയോഗശൂന്യമായതിനെ തുടർന്ന് മഴവെള്ളം ഒഴുകിപ്പോകാതെ പൊതുമരാമത്ത് റോഡിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. നിരവധി പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് കൾവേർട്ട് നവീകരണം ആരംഭിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ യന്ത്രസഹായത്തോടെ റോഡിന് കുറുകെ പകുതി ഭാഗം പൊളിച്ചാണ് പൊതുമരാമത്ത് വകുപ്പ് കൾവേർട്ട് നവീകരിക്കുന്നത്. തുടർന്ന് കൾവേർട്ടിന്റെ ബാക്കി ഭാഗവും നവീകരിക്കും. തൃശൂർ വിഡോ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഓഫീസ് ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രജനി ഉദയൻ അധ്യക്ഷയായി. കേരള വിധവാ സംഘം സംസ്ഥാന പ്രസിഡന്റ് KM ഗിരിജ, സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് TN രാജൻ, സെക്രട്ടറി സുലു മനോജ് എന്നിവർ പ്രസംഗിച്ചു. NSS ചാവക്കാട് താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്നിരുന്ന രാമായണ മാസാചരണം സമാപിച്ചു. ആചരണത്തിന്റെ ഭാഗമായി 32 ദിവസം താലൂക്കിലെ വിവിധ കരയോഗ യൂണിയനിൽ നിന്നുള്ള അംഗങ്ങളുടെ രാമായണ പാരായണം നടന്നു. ബ്രഹ്മചാരി വിജയ് മുകുന്ദദാസ് പ്രഭു അനുഗ്രഹ പ്രഭാഷണം നടത്തി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി O രാജഗോപാൽ, വനിതാ യൂണിയൻ പ്രസിഡന്റ് ബിന്ദു നാരായണൻ, PV സുധാകരൻ, T ഉണ്ണികൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ തളിക്കുളം എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ നേതൃത്വത്തിൽ ചിറ്റണ്ട സ്വദേശി അഷ്റഫിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ നിർമ്മാണം ഞായറാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചലച്ചിത്ര താരം നിയാസ് ബക്കർ തറക്കല്ലിടും. ഹൈദർ കോയ, CM ഫിറോസ്, M അബൂബക്കർ, ഷാനു മച്ചാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 10 വർഷത്തിലേറെയായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വിവിധ എൻട്രൻസ് പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്നതിന് പരിശീലനം നൽകുന്ന മുൻനിര സ്ഥാപനമായി മുന്നേറുകയാണ് തൃശൂരിലെ ഇഗ്നൈറ്റ് കോച്ചിംഗ് സെന്റർ. ഇത്തവണ കീം ആർക്കിടെക്ചർ പ്രവേശന പരീക്ഷയിൽ SC വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയത് ഇഗ്നൈറ്റിലെ വിദ്യാർത്ഥിനി PS അനുഷയാണ്. ചൂണ്ടൽ പുളിക്കൽ വീട്ടിൽ ഷാജുവിന്റെയും വിനീതയുടെയും മകളായ അനുഷ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു. കീമിലെ 31 റാങ്കും പിന്നെ കാറ്റഗറീസിലെ ഫസ്റ്റ് റാങ്കും വന്നിട്ടുണ്ട്.
ഞാൻ തൃശ്ശൂർ ഇഗ്നൈറ്റിലായിരുന്നു. അവിടെ ചേർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും അവരുടെ ക്ലാസ്സുകൾ നമ്മളെ മാക്സിമം കൊണ്ടുവരാൻ നോക്കുക. അനുഷയുടെ മിന്നും നേട്ടത്തിൽ അനുമോദനവുമായി വീട്ടിലെത്തിയ ഇഗ്നൈറ്റിന്റെ അക്കാദമിക് ഡീൻ അഭിലാഷ്, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമൊത്ത് മധുരം പങ്കുവച്ച് വിജയം ആഘോഷിച്ചു. തൃശൂർ സരോജ ഹോസ്പിറ്റലിന് സമീപം തെക്കനയിൽ പ്ലാസയിൽ പ്രവർത്തിച്ചു വരുന്ന ഇഗ്നൈറ്റ് നാറ്റ കോച്ചിംഗ് സെന്റർ വിദ്യാർത്ഥികളുടെ ഭാവി സ്വപ്നങ്ങൾക്ക് ഉയർന്ന റാങ്കിന്റെ പ്രൗഢി നൽകുന്നതിൽ വേറിട്ട് നിൽക്കുന്നു. ഒരു ബാച്ചിൽ പരമാവധി 30 വിദ്യാർത്ഥികൾ മാത്രമാണ് ഇവിടെയുള്ളത്. നാറ്റ, JEE, ബിആർക്ക്, BDES, NID, NIFT, UCEED, കീം എഞ്ചിനീയറിംഗ്, NCHM തുടങ്ങി വിവിധ മത്സര പ്രവേശന പരീക്ഷകൾക്കും +2-വിനും മികച്ച രീതിയിലുള്ള പരിശീലനമാണ് ഇവിടെ നൽകി വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 7356083669. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ സംഘടനയായ ONGC ഫോമർ എംപ്ലോയീസ് അസോസിയേഷൻ തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ 69ാമത് ONGC സ്ഥാപക ദിനാചരണവും കുടുംബസംഗമവും നടന്നു. മുതിർന്ന അംഗങ്ങൾ ഭദ്രദീപം കൊളുത്തി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. കാർഡിയോളജിസ്റ്റ് ബാബു ഉത്തമൻ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് P. ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി EV ജോർജ്, ട്രഷറർ KK രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആകാശവാണി ആർട്ടിസ്റ്റ് രഘുവും സംഘവും അവതരിപ്പിച്ച വയലിൻ കച്ചേരിയും അരങ്ങേറി. CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. TS ജോസഫ്, K ചന്ദ്രശേഖരൻ, KR സന്ദീപ്, കുട്ടൻ മച്ചാട്, ലിസി രാജു, രാധിക പുഷ്പാങ്കദൻ, വീരോലിപ്പാടം ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട TV പൌലോസിനുമാണ് സ്വീകരണം നൽകിയത്. ചെയർമാൻ PJ രാജു സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. TA ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ തോമസ് പുത്തൂർ, VA ഷാജി, KM അബ്ദുൽ സലാം, വിനോദ് മാടവന, അനീഷ് കണ്ടമാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 9 ദിവസമായി നടന്നുവന്നിരുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം സമാപിച്ചു. സമാപന ദിവസം 108 നെയ്വിളക്ക് തെളിയിക്കൽ, മണിദീപ വർണ്ണന, പൂത്താല പ്രദക്ഷിണം എന്നിവ നടന്നു. ആചാര്യന്മാരായ വിജു ഗോപാലകൃഷ്ണൻ, പരമേശ്വരൻ നമ്പൂതിരി, ചന്ദ്രശേഖരൻ നമ്പൂതിരി എന്നിവർ യജ്ഞത്തിന് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന അന്നദാനത്തിൽ 1000-ഓളം പേർ പങ്കെടുത്തു. MLA സേവ്യർ ചിറ്റിലപ്പള്ളി യജ്ഞവേദി സന്ദർശിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും മാതൃസമിതിയുടെയും ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സമാപന സമ്മേളനത്തിൽ ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, ഉപദേശക സമിതി ഭാരവാഹികളായ V ശ്രീധരൻ, C ജയേഷ് കുമാർ, ശശികുമാർ കൊടക്കാടത്ത്, V സുരേഷ് കുമാർ, ആധ്യാത്മിക ആചാര്യൻ K വിജയൻ മേനോൻ എന്നിവർ സംസാരിച്ചു. ജന്മദിനത്തിൽ മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ നവനീതിന് സൈക്കിൾ വാങ്ങി നൽകി NSS വോളണ്ടിയേഴ്സ്. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ പഴുനാനയിൽ നിന്ന് 3 കിലോമീറ്ററോളം നടന്നാണ് നവനീത് ദിവസവും സ്കൂളിലേക്ക് വരുന്നത്. ഇത് മനസ്സിലാക്കിയ NSS വോളണ്ടിയേഴ്സ് തങ്ങളുടെ സ്നാക്സ് പാർലറിലെ 1 മാസത്തെ വരുമാനം നവനീതിനു വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. നവനീതിന്റെ ജന്മദിനത്തിൽ നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി സൈക്കിൾ കൈമാറി. കടങ്ങോട് പഞ്ചായത്ത് മെമ്പർ ടെസി ഫ്രാൻസിസ്, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ബീന, NSS പ്രോഗ്രാം കോർഡിനേറ്റർ വിനീത, സ്കൂൾ PTA പ്രസിഡന്റ് റജുല അബ്ദുൽ വഹാബ് എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും കോടാലി ചുമട്ടുതൊഴിലാളി യൂണിയൻ സ്ഥാപക നേതാവുമായ VM മുഹമ്മദ് കുട്ടിയുടെ 44ാമത് ചരമവാർഷികം ആചരിച്ചു. അനുസ്മരണ യോഗം CPI പുതുക്കാട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. KP വിനോദ് അധ്യക്ഷത വഹിച്ചു. CPI ലോക്കൽ സെക്രട്ടറി VS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി PR കണ്ണൻ എന്നിവർ സംസാരിച്ചു. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂൾ കലോത്സവം എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു. വാടകം സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, കണ്ണൻ, ശിവരഞ്ജിനി, OV ഷനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
കാക്കശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ശ്മശാന പരിസരം മാലിന്യ കൂമ്പാരമാക്കുന്ന പഞ്ചായത്ത് നടപടി അവസാനിപ്പിക്കുക, പെരുവല്ലൂർ കരിങ്കൽ ക്വാറി മൂലം വെള്ളക്കെട്ടിൽ അകപ്പെട്ട കുടുംബങ്ങളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. BJP മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനേഷ് പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പുതിയേടത്ത് അധ്യക്ഷത വഹിച്ചു. സുനിൽ കുമാർ, അപ്പു, രാജൻ മഠത്തിൽ, സന്തോഷ് പണിക്കശ്ശേരി, രണ്ടാം വാർഡംഗം TG പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. വയനാടിന്റെ പശ്ചാത്തലത്തിൽ അച്ഛനും മകനും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഹ്രസ്വചിത്രം വൈറലായി. ദുഃഖത്തിനിടയിൽ എല്ലാ ആഘോഷങ്ങളും ഉപേക്ഷിച്ചപ്പോഴും സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ആവേശം പ്രകടിപ്പിക്കുന്ന 40 സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യത്തിൽ സംഭാഷണങ്ങളൊന്നുമില്ല. ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട അച്ഛൻ ദേശീയ പതാകയേന്തി കരയുമ്പോൾ മകൻ നൽകുന്ന ചുംബനത്തിലൂടെ എല്ലാം മറന്ന് ഉണരുന്ന ദൃശ്യമാണുള്ളത്. ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ മനസ്സിലൂടെ കടന്നുപോകുമ്പോഴും സ്വാതന്ത്ര്യദിനത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഹ്രസ്വചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ്. സെൽവൻ പൊയ്യയാണ് ഈ ഹ്രസ്വചിത്രത്തിൽ ആശയം പകർന്ന് അഭിനയിച്ചിട്ടുള്ളത്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA എൻവയോൺമെന്റ് സയൻസ് ആൻഡ് മാനേജ്മെന്റിൽ 1ാം റാങ്ക് നേടിയ C ഐശ്വര്യയെ CPM താമരപ്പള്ളി നോർത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കാലടി സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ ഐശ്വര്യ കാക്കശ്ശേരി ചേന്നംപള്ളി സോമനാഥൻ ശ്രീദേവി ദമ്പതികളുടെ മകളാണ്. അനുമോദന യോഗം ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി VS പ്രദീപ് അധ്യക്ഷനായിരുന്നു. എളവള്ളി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NB ജയ, EK ഭരതൻ, സുനില AV, സുജിത സുരേഷ്, പ്രശാന്തി MG എന്നിവർ സംസാരിച്ചു. പാവറട്ടി സാന്റ് ജോസ് പബ്ലിക് സ്കൂളിൽ പുസ്തകോത്സവം നടത്തി. വിവിധ പുസ്തക പ്രസാധകരുടെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഭാഷകളിലുള്ള 1000-ലധികം പുസ്തകങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രശസ്തമായ പുസ്തകങ്ങളുടെ ആസ്വാദന അവതരണവും നടന്നു. മാനേജർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഡോക്ടർ VR അനീഷ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തി ജോൺ, ട്രസ്റ്റ് സെക്രട്ടറി ചെറിയാൻ കോഴിപ്പറമ്പിൽ, മദർ PTA പ്രസിഡന്റ് സരിക TG തുടങ്ങിയവർ സംസാരിച്ചു. ധീരദേശാഭിമാനികൾ നേടിത്തന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അഭിഭാഷകർ എപ്പോഴും ജാഗരൂകരായിരിക്കണമെന്ന് സ്പെഷ്യൽ ജഡ്ജ് R മിനി അഭിപ്രായപ്പെട്ടു. വടക്കാഞ്ചേരി ബാർ അസോസിയേഷനും കോടതികളും സംയുക്തമായി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. മജിസ്ട്രേറ്റ് TP സവിത, മുൻസിഫ് TK യഹിയ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് EA സീനത്ത്, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PC എൽദോ, സെക്രട്ടറി P വിഷ്ണുദേവ് തുടങ്ങിയവർ സംസാരിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള 154ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. പരിശോധനയിൽ തിമിരം കണ്ടെത്തുന്നവർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ P രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത് എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 1008 നാളികേരം കൊണ്ട് പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തിനും ഗജപൂജയ്ക്കും ശേഷം ആദ്യ ഉരുള നൽകി. 7 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, ക്ഷേത്രം സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി യുവജന കലാസംഘങ്ങൾക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. വനിതാ കലാകാരികൾ മാത്രം ഉൾപ്പെടുന്ന പൊലിമ കലാസമിതി, പുരുഷന്മാരുടെ പൊയിലി, അക്ഷര ഐക്യവേദി എന്നിങ്ങനെയുള്ള 4 യുവജന കലാസംഘത്തിലെ 22 പേർക്കാണ് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തത്. 4.2 ലക്ഷം രൂപ ചെലവഴിച്ച് 13 വലം തലയും 9 ഇടം തലയും വാദ്യകലാകാരന്മാർക്ക് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. കേരള ESI CM എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ വയനാടിന് സഹായത്തിനായി സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. 3,04,350 രൂപയുടെ ചെക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജേക്കബ് ഏലിയാസ്, പ്രസിഡന്റ് D രാഹുൽ, ട്രഷറർ കിരൺ K ചന്ദ്രൻ എന്നിവർ ചേർന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജന് കൈമാറി.
ആളൂർ പ്രസാദ വരനാഥ ദേവാലയത്തിലെ വിശുദ്ധ യൂദാശ്ലീഹയുടെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് മാനന്തവാടി രൂപത സഹായ മെത്രാൻമാർ അലക്സ് താരാമംഗലം മുഖ്യ കാർമ്മികത്വം വഹിക്കും. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ ഇടവക സ്വരൂപിച്ച തുക ബിഷപ്പിന് കൈമാറും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ടിൻഡോ കുടിയൻ, ട്രസ്റ്റിമാരായ ജോസ് മാളിയേക്കൽ, ബിജോഷ് മേക്കാട്ടുപറമ്പിൽ, ജോയ് വടക്കേപീടിക, ജനറൽ കൺവീനർ ഷാജു അരിക്കാട്ട് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായി തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. വിദ്യാർത്ഥികൾ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ 10ാം ക്ലാസ്സിലെ KS അദ്വൈത് പ്രിസൈഡിംഗ് ഓഫീസറായി. അസീം ഫർഹാൻ, M ദർശ്, നിവാൻ, K ഡെൽസൺ എന്നിവർ പോളിംഗ് ഓഫീസർമാരായി. ഷോൺ പോൾ, മുഹമ്മദ് A സിനാൻ എന്നിവർ പോളിംഗ് ഏജന്റുമാരും മുഹമ്മദ് A സഹദുള്ള, അഭിനന്ദ്, വിഷ്ണു എന്നിവർ സിവിൽ പോലീസ് ഓഫീസർമാരുമായി. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6520, പവന് 52,160. വെള്ളി ഗ്രാമിന് 88, പ്ലാറ്റിനം ഗ്രാമിന് 3184 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. പൃഥ്വിരാജ് മികച്ച നടൻ, ഊർവശിയും ബീന ആർ ചന്ദ്രനും മികച്ച നടിമാർ, ബ്ലെസ്സി മികച്ച സംവിധായകൻ. കൈനിറയെ പുരസ്കാരവുമായി ആടുചിത്രം. ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രം ആട്ടം, സൗദി വെള്ളയ്ക്കയ്ക്ക് മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം. മികച്ച നടി നിത്യ മേനോൻ, മികച്ച നടൻ ഋഷഭ് ഷെട്ടി. കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സമരം നടത്തി. KGMTA-യുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ 100 കണക്കിന് ഡോക്ടർമാർ പങ്കെടുത്തു. കയ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടർ ഉന്നതതല യോഗം വിളിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പൈപ്പ് ലൈനുകളിലെ തടസ്സം കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാൻ തീരുമാനം. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം കുട്ടംകുളം നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന ബജറ്റിൽ നിന്നും അനുവദിച്ച 4 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.